പ്രിയ പ്രേക്ഷകരെ, വി ഡി സതീശൻ സർക്കാരിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകുമ്പോൾ സഭയെ ഇനി നിയന്ത്രിക്കാൻ പോകുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിജയിച്ച് കയറിയത് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായതിനു ശേഷം നടത്തിയ അനുമോദന പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റ് ഘടകകക്ഷി നേതാക്കളുമൊക്കെ നിരവധി കാര്യങ്ങൾ സംസാരിച്ചു. എന്നാൽ പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിനു വേണ്ടി സംസാരിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നത് സഭയെ സരസമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാധിക്കും. അത് അദ്ദേഹം മനസ്സിൽ കാണുന്നുണ്ട് എന്നതായിരുന്നു. അങ്ങനെ നാളെ സഭയിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇപ്പോഴും ചിന്തിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അന്ന് കുഞ്ഞാലിക്കുട്ടി എന്താണ് പറഞ്ഞത് എന്നത് കേൾക്കാം. നമ്മുടെ കൂട്ടത്തിലെ ഒരു സുഹൃത്ത് വളരെ സരസനായ അങ്ങ് നിയമസഭയൊക്കെ അല്പം സരസത കലർന്ന ശാസനയിലൂടെ ആയിരിക്കും കൊണ്ടുപോവുക എന്നൊരു തോന്നലുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സാധാരണ ശൈലി വെച്ച് അങ്ങനെയാണ്, സ്വതസിദ്ധമായ ശൈലി വെച്ച് ആ ഇടപെടൽ ഞാനിങ്ങനെ ഭാവനയിൽ കാണുന്നുണ്ട്. നിയമസഭയുടെ നാഥൻ എന്നത് തീർച്ചയായും സ്പീക്കറാണ്. ആ അർത്ഥത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇനി സഭാ നടപടികൾ നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഉണ്ടാകുന്നത്. ആർക്കൊക്കെ സമയം അനുവദിക്കണം, എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് അനുവദിക്കണം, ഏത് തരത്തിലാണ് സഭ നിയന്ത്രിക്കേണ്ടത്. ഇവിടെ ഈ കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യം സൂചിപ്പിക്കുമ്പോൾ ഇതിനു മുമ്പും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നാക്കുപിഴകൾ വലിയ തോതിൽ ചർച്ചയായിട്ടുള്ള ഒന്നാണ്. നാക്കുപിഴ എല്ലാവർക്കും സംഭവിക്കാം, രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രമല്ല ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്കും പലപ്പോഴായി സംഭവിക്കുന്ന ഒന്നാണ് ഈ നാക്കുപിഴ എന്നത്. ഒരുപക്ഷെ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും അത് സംഭവിക്കാം എന്നുള്ളതാണ്. അത്തരം നാക്കുപിഴകൾ അടക്കം ഏറെ ചർച്ച ചെയ്യപ്പെടുകയും അതിനെയും സരസമായ രീതിയിൽ തന്നെ പിന്നീട് കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള തിരുവഞ്ചൂർ ഇനി സഭയിലേക്ക് എത്തുമ്പോഴും അത് ആവർത്തിക്കുമോ, അങ്ങനെയുള്ള സരസമായ മുഹൂർത്തങ്ങൾക്ക് സഭ വേദിയാകുമോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കാൻ നടത്തിയ ഒരു അവാർഡ് പ്രഖ്യാപനമുണ്ട്, ചലച്ചിത്ര അക്കാദമി അവാർഡ്. അന്ന് ഉണ്ടായ ആ നാക്കുപിഴ അന്ന് വലിയ തോതിൽ സരസമായി ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം. മികച്ച നടി നസ്രിയ നസീം, മികച്ച പിന്നണി ഗായിക ശ്രേയ ഘോഷാൽ, ഗാനം വിജനതയിൽ പാതി വഴി തീരുന്നു, ചിത്രം ഹൗ ഓൾഡ് ആർ യു. ഇത് മാത്രമല്ല, നിയമസഭയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രസംഗങ്ങളും അതും ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. അതിൽ ചില വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. അതായത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് തനിക്ക് നാക്കുപിഴ സംഭവിച്ചത്, അതിനെയൊക്കെ വേറെ രീതിയിലാണ് രാഷ്ട്രീയ എതിരാളികൾ കൈകാര്യം ചെയ്തത് എന്നതൊക്കെ തിരുവഞ്ചൂർ തന്നെ പറഞ്ഞിട്ടുമുള്ളതാണ്. അതുകൂടി കേൾക്കാം. അവരെ കുറിച്ച് എമ്പടി നടത്തിയിട്ടുള്ള പരാമർശനം ശരിയാകില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പറഞ്ഞു. പ്രിയ പ്രേക്ഷകരെ, അതായത് പേരുകൾ മാറിപ്പോവുകയോ പേരുകളുടെ ഇൻഷ്യൽ മാറിപ്പോവുകയോ ഒക്കെ ചെയ്താൽ ഇത്തവണ പക്ഷേ സഭയിൽ ഒരു പക്ഷേ അത്തരം ചിരി പടരുന്ന സാഹചര്യം സൃഷ്ടിച്ചേക്കാം. അതിന് കാരണം നമ്മുടെ കേരള നിയമസഭയിൽ നാളെ ആരംഭിക്കാൻ പോകുന്ന സഭാ സമ്മേളനത്തിന് ശേഷം ബജറ്റിന്മേലുള്ള നയപ്രഖ്യാപനത്തിന്മേലുള്ള ചർച്ചയുണ്ടാകും, ബജറ്റിന്മേലുള്ള ചർച്ചയുണ്ടാകും. ആ ചർച്ചകളിൽ വിവിധ ജനപ്രതിനിധികൾ ചർച്ചയുടെ ഭാഗമാകും, വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കും, അടിയന്തര പ്രമേയം ഉണ്ടാകും, സബ്മിഷനുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള നിരവധിയായ ചർച്ചകൾ നടക്കുമ്പോൾ ഓരോ പ്രതിനിധിക്കും നൽകുന്ന അവസരം ആ പേരുകൾ സൂചിപ്പിക്കേണ്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാണ്. അവിടെയാണ് ചില പേരുകൾ മാറിപ്പോകുമോ. ഇതൊട്ടും ഗൗരവമുള്ള ഒരു വാർത്തയല്ല എങ്കിൽ പോലും നിയമസഭയിൽ നിന്നുള്ള ഒരു കൗതുകം ആണ് നമ്മൾ പങ്കുവെക്കുന്നത്. അത് നിയമസഭയിൽ ഇത്തവണ എത്തിയിട്ടുള്ള അംഗങ്ങളുടെ പേരുകളിലെ സാമ്യതയാണ്. ആ പേരുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിലെടുത്തു പറയേണ്ട പേര് കെ മുരളീധരൻ്റെയും വി മുരളീധരൻ്റെയുമാണ്. അതായത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന രണ്ട് മുഖങ്ങൾ ആണ് ഈ കെ മുരളീധരനും വി മുരളീധരനും. സ്പീക്കർ നിയമസഭയിൽ കൃത്യമായി ഇൻഷ്യൽ അടക്കം വിളിക്കുന്നില്ല എങ്കിൽ പേരുകൾ മാറിപ്പോകുന്ന രണ്ടാളുകളാണ് ഈ മുരളീധരന്മാർ എന്നതാണ് എടുത്തു പറയേണ്ടത്. പേരിൽ ഏറ്റവും സാമ്യതയുള്ള സമാനമായ പേരുള്ള രണ്ടംഗങ്ങൾ ഈ മുരളീധരന്മാർ മാത്രമാണ്. ഇൻഷ്യലിനും പ്രത്യേകതയുണ്ട്. ഇൻഷ്യലിലും ഒരു അക്ഷരം മാത്രമാണുള്ളത്. അവിടെ കെ, മറ്റൊന്ന് വി. ഇത്തരത്തിൽ കൃത്യമായി സ്പീക്കർ പേര് വിളിച്ചില്ല എങ്കിൽ അവസരം മാറിപ്പോകുന്ന രണ്ടുപേർ, അതിൽ ഒന്ന് കെ മുരളീധരനും മറ്റൊന്ന് വി മുരളീധരനും ആണ്. മറ്റൊന്ന് പേരുകൾക്കിടയിൽ വ്യത്യാസമുണ്ടെങ്കിലും പേരിൻ്റെ സാമ്യതയാണ്. ഒന്ന് രമേശും മറ്റത് രമേഷും ആണ് എന്നതാണ്. ഈ രണ്ടുപേരും പരിചിതരായ ആളുകൾ തന്നെയാണ്.
ഒന്ന് രമേശ് ചെന്നിത്തലയാണ്, ദേശീയ രാഷ്ട്രീയത്തിലടക്കം തിളങ്ങി നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ്. മറ്റൊന്ന് രാഷ്ട്രീയത്തിൽ പരിചിതൻ എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും നിയമസഭയിലും ആദ്യമായി എത്തുന്ന രമേശ് ആണ്. ഇവിടെയും പേരുകളിലെ സാമ്യതയുണ്ട്. പക്ഷേ ഈ സൂചിപ്പിക്കുന്നത് പോലെ അവരുടെ ഇനിഷ്യലോ അല്ലെങ്കിൽ അവരുടെ സ്ഥലപ്പേരോ ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ പേരുകൾ അറിയപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ പേരിലെ സാമ്യത എന്നതിനപ്പുറത്ത് പേരുകൾ മാറിപ്പോവുക എന്നത് ഒരു പക്ഷേ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ്. ഇനി ഇതാ മറ്റൊരു കൗതുകമുള്ള പേര്. 2 മുഹമ്മദ്മാർ ഇത്തവണ നിയമസഭയിൽ ഉണ്ട് എന്നതാണ്. അതിൽ ഒന്ന് മുൻ മന്ത്രിയായിട്ടുള്ള ബേപ്പൂരിൽ നിന്ന് വന്നിട്ടുള്ള മുഹമ്മദ് റിയാസ് ആണ്, മറ്റൊന്ന് മുഹമ്മദ് ഷിയാസ് ആണ് എന്നതാണ്. ഇതാ ഈ പേര് ഒരു പക്ഷേ ഇത് ഫുൾ സ്ക്രീനിൽ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ പേരിലെ ഏക അക്ഷരം മാത്രമാണ് ഇത് വ്യത്യാസമായിട്ടുള്ളത്. മുഹമ്മദ് റിയാസിൻ്റെ റിയും മുഹമ്മദ് ഷിയാസിൻ്റെ ഷിയും ഇത് മാറ്റി നിർത്തിയാൽ ഇവർ 2 പേരും സമാനമായ പേരുകൾ ഉള്ളവർ ആണ് എന്നതാണ്. ഇങ്ങനെയുള്ള 2 പേരുകൾ കൂടി 2 മുഹമ്മദ്മാർ കൂടി നിയമസഭയിൽ ഇത്തവണ എത്തിയിട്ടുണ്ട്. മറ്റൊന്ന് OJ ജനീഷാണ്. ഇപ്പോൾ അദ്ദേഹം മന്ത്രി പദവി അലങ്കരിക്കുന്നു. അതേസമയം തന്നെ മറ്റൊരു ജനീഷ് കൂടിയുണ്ട് നിയമസഭയിൽ എന്നുള്ളതാണ്. 2 പേരും ജനീഷുമാർ ആണ്. പക്ഷേ അവിടെ OJ ജനീഷും KU ജനീഷ് കുമാറും എന്നത് ആണ് പേരിലെ വ്യത്യാസം. കോന്നിയിൽ നിന്നുള്ള ജനീഷ്, കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള OJ ജനീഷ്, ഈ 2 പേരുകളും വളരെ സാമ്യത പുലർത്തുന്നു എന്നുള്ളതാണ്. ഇതും ഒരു പക്ഷേ സ്പീക്കർ ജനീഷ് എന്നാണ് വിളിക്കുന്നത് എങ്കിൽ ഇതിൽ ഏത് ജനീഷാണ് സഭയിൽ സംസാരിക്കേണ്ടത് എന്ന ആശയക്കുഴപ്പം ഉണ്ടാകും. മറ്റൊരു സാമ്യമുള്ള പേര്, അവിടെയും പേരിൽ മാറ്റമൊന്നുമില്ല, ഇനിഷ്യലും ഏതാണ്ട് സമാനമായിട്ടുള്ള 2 അംഗങ്ങൾ എന്നതാണ്. അത് ഒന്ന് വി ജോയി ആണ്, മറ്റൊന്ന് VS ജോയി ആണ് എന്നതാണ്. വർക്കലയിൽ നിന്നുള്ള നിയമസഭാ അംഗമാണ്, നേരത്തെ നിയമസഭാ അംഗമായിരുന്നു. ആ വി ജോയി, മറ്റൊന്ന് VS ജോയി. ഇവിടെയും സഭയിൽ സംസാരിക്കാൻ ഇവർ 2 പാർട്ടിയിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ജോയി എന്ന പേര് വിളിച്ചാൽ അതിൽ വി ജോയിയോ അല്ലെങ്കിൽ VS ജോയിയോ എന്നുള്ളത് കൃത്യമായി തന്നെ സ്പീക്കറിന് പറയേണ്ടതായി വരും എന്നതാണ്. അങ്ങനെ 2 ജോയിമാർ കൂടിയുണ്ട് ഈ നിയമസഭയിൽ. മറ്റൊന്ന് നമുക്കറിയാം, ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട പേരുകളിലൊന്ന് തളിപ്പറമ്പിൽ നിന്നുള്ള TK ഗോവിന്ദൻ ആണ്. എന്നാൽ ഈ ഗോവിന്ദൻ മാത്രമല്ല ഇത്തവണ നിയമസഭയിലുള്ളത്, മറ്റൊരു ഗോവിന്ദൻ കൂടിയുണ്ട്. അത് ഗോവിന്ദൻ പള്ളിക്കാപ്പ് ആണ്. കാഞ്ഞങ്ങാട് നിന്നുള്ള അംഗമാണ്. ഒരാൾ CPM-ൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് മത്സരിച്ച് നിയമസഭയിലെത്തിയെങ്കിൽ അടുത്തയാൾ CPI-യിൽ നിന്ന് എത്തിയിട്ടുള്ളതാണ്. പക്ഷേ 2 പേരും ഗോവിന്ദന്മാർ ആണ് എന്നതാണ് പ്രത്യേകത. ഈ സഭയിൽ 2 അഷ്റഫുമാർ കൂടിയുണ്ട്. നേരത്തെ നമ്മൾ സജീവമായി കേട്ടിട്ടുള്ള ഒരു പേര് AKM അഷ്റഫിൻ്റേതാണ്. മഞ്ചേശ്വരത്ത് നിന്നാണ് തുടർച്ചയായി അദ്ദേഹം വിജയിച്ചു വരുന്നത്. ഒരുപക്ഷെ മന്ത്രിയായേക്കാം എന്ന സൂചനകൾ കൂടി ഉണ്ടായിരുന്നു. അതേ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് തന്നെ ഇത്തവണ വിജയിച്ചു കയറിയ മറ്റൊരു അഷ്റഫ് കൂടിയുണ്ട്. അത് TP അഷ്റഫ് അലി ആണ്. കൊണ്ടോട്ടിയിൽ നിന്നാണ് വിജയിച്ചത്. അപ്പോൾ മഞ്ചേശ്വരത്ത് നിന്നുള്ള AKM അഷ്റഫിനോടൊപ്പം TP അഷ്റഫും ഇത്തവണ നിയമസഭയിലേക്ക് എത്തുന്നു. അങ്ങനെ 2 അഷ്റഫുമാർ ആണുള്ളത്. ഇനി AC മൊയ്തീൻ ആണ് മറ്റൊരാൾ. മൊയ്തീൻ എന്നതാണ് യഥാർത്ഥത്തിൽ ഇവരുടെ പേര് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊരു മൊയ്തീൻ കൂടി ഇത്തവണ നിയമസഭയിൽ ഉണ്ട്. AC മൊയ്തീൻ മുൻ മന്ത്രിയാണ് എന്നത് നമുക്കറിയാം. അദ്ദേഹം വിജയിച്ച് കയറുന്നത് തുടർച്ചയായി കുന്നംകുളത്ത് നിന്നാണ് എന്നതും അറിയാം. പക്ഷേ മറ്റേ മൊയ്തീൻ, 2ാമത്തെ മൊയ്തീൻ ഇത്തവണ കുറുക്കോളി മൊയ്തീൻ ആണ്. അത് മലപ്പുറത്ത് നിന്ന്, തിരൂരിൽ നിന്നുള്ള നിയമസഭാ അംഗമാണ്. ഇവിടെയും ഇൻഷ്യലുകൾ ആണ് ഈ 2 വ്യക്തികളെയും മാറ്റി നിർത്തുന്നത്. അങ്ങനെ 2 മൊയ്തീന്മാർ ഇത്തവണ സഭയിൽ ഇടം നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് 2 പ്രവീൺ എന്ന പേരുകൾ ഉള്ള വ്യക്തികൾ കൂടി, നിയമസഭാ സാമാജികർ കൂടി ഇത്തവണ സഭയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഒന്ന് കോൺഗ്രസിൻ്റെ K പ്രവീൺ കുമാർ ആണ് എങ്കിൽ അടുത്തത് LDFിൻ്റെ PK പ്രവീൺ ആണ്. അങ്ങനെ 2 പ്രവീൺ മാർ ഇത്തവണ സഭയിലേക്ക് എത്തുന്നുണ്ട്. അവിടെയും ഇവരുടെ രാഷ്ട്രീയവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ പേരുകൾ വിളിക്കുമ്പോഴും വളരെ കൃത്യമായി പൂർണ്ണമായ രൂപത്തിൽ തന്നെയാണ് പേരുകൾ പറയേണ്ടതായി വരുന്നത്. ഇനിയിപ്പോൾ സ്പീക്കർ സുമേഷ് എന്നാണ് നിയമസഭയിൽ പേര് പറയുന്നത് എങ്കിൽ അവിടെയും പ്രതിസന്ധിയുണ്ട്. 2 സുമേഷ്മാർ ഇത്തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് സുമേഷ് അച്യുതനാണ്, മറ്റൊന്ന് KV സുമേഷ് ആണ്. ഇവരെയും തിരിച്ചറിയാൻ ഈ പേരിനോടൊപ്പമുള്ള ഇനിഷ്യൽ തന്നെയാണ് ഏറ്റവും പ്രധാനം എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനിയിപ്പോൾ ഒരേ പേരുള്ള 3 പേർ ഈ നിയമസഭയിലേക്ക് എത്തുമ്പോൾ അത് രാജൻ എന്ന പേരാണ്. അതിൽ ആദ്യത്തേത് K രാജൻ, CPIയുടെ നേതാവ്, മുൻ റവന്യൂ മന്ത്രി. 2ാമത്തേത് കാരായി രാജൻ ആണ്. ഇത്തവണ ഏറെ സ്ഥാനാർത്ഥിത്വം അടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട
കാരായി രാജൻ തലശ്ശേരിയിൽ നിന്ന്. ഇനി ഇതാ മറ്റൊരു രാജൻ കൂടിയുണ്ട്, അത് തൃശ്ശൂരിൽ നിന്നാണ്. അത് രാജൻ കെ പല്ലൻ ആണ് എന്നതാണ്. അപ്പോൾ ഈ നിയമസഭയുടെ സമ്മേളനം അടുത്ത ദിവസം മുതൽ ആരംഭിക്കുമ്പോൾ അവിടെ 3 രാജന്മാർ ആണ് നിയമസഭയിൽ ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനിയുള്ള പേരുകൾ ഒരു പക്ഷേ നമുക്ക് ആ പേരിലെ സാമ്യതയിലേക്ക് പോകുമ്പോൾ ഷിബു ബേബി ജോൺ എന്ന പേര് നമ്മൾ ദീർഘകാലമായി രാഷ്ട്രീയത്തിൽ കേൾക്കുന്ന പേരാണ്. അവിടെ നമ്മൾ ഒരു പക്ഷേ ഏറ്റവും അടുപ്പമുള്ളവരോ വേണ്ടപ്പെട്ടവരോ ഒക്കെ ഷിബു എന്ന് മാത്രമാണ് വിളിക്കുക. രാഷ്ട്രീയത്തിൽ ഷിബു ബേബി ജോൺ എന്ന് തന്നെയാണ് അറിയപ്പെടുക. അതുപോലെ അടുപ്പമുള്ളവർ ഷിബു എന്ന് വിളിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട്. അങ്ങനെ 2 ഷിബുമാർ ഇത്തവണ നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് ഷിബു ബേബി ജോൺ ആണ്, മറ്റൊന്ന് ഷിബു തെക്കുംപുറം ആണ്. കോതമംഗലത്ത് നിന്നാണ് ഇത്തവണ ഷിബു തെക്കുംപുറം നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ പ്രവീൺ 2 പ്രവീൺ ഈ സഭയിലുണ്ട് എന്ന് പറയുന്നത് പോലെ ഏതാണ്ട് സാമ്യമുള്ള മറ്റു 2 അംഗങ്ങൾ എന്നത് പ്രേമനും പ്രേംകുമാറുമാണ്. അതിൽ കെ പ്രേമൻ, അതോടൊപ്പം തന്നെ പ്രേംകുമാർ. പേരിൽ ചെറിയ മാറ്റമുണ്ട് എങ്കിൽ പോലും സാദൃശ്യമുണ്ട് എന്നതാണ് സൂചിപ്പിക്കേണ്ടത്. നെന്മാറയിൽ നിന്നുള്ള കെ പ്രേമൻ, ഒപ്പം ഒറ്റപ്പാലത്ത് നിന്ന് കഴിഞ്ഞ സഭയിലും അദ്ദേഹം വിജയിച്ച് കയറിയതാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഈ സഭയിൽ 2 അനിൽമാർ കൂടിയുണ്ട് എന്നുള്ളതാണ്. അവിടെയും ഈ പൂർണ്ണരൂപം ഇൻഷ്യൽ എന്നത് തന്നെയായിരിക്കും തീർച്ചയായും സ്പീക്കറിന് പിടിവള്ളിയാവുക. കാരണം ഒരനിൽ എന്നത് നേരത്തെ മന്ത്രിയായിരുന്ന, ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്ന CPIയുടെ GR അനിൽ ആണ്. GR അനിൽ ഇത്തവണയും നെടുമങ്ങാട് നിന്ന് വിജയിച്ചു കയറി. അതേസമയം മറ്റൊരനിൽ എന്നത് AP അനിൽകുമാറാണ്. കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്ന അനിൽ ഇത്തവണ പ്രതിപക്ഷത്താണ് എങ്കിൽ ഇത്തവണ AP അനിൽകുമാറിലേക്ക് വരുന്ന അനിൽ ഇത്തവണ ഭരണപക്ഷത്ത് മന്ത്രി കസേരയിൽ തന്നെ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി പേരുകളുടെ സാമ്യതയിൽ ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. മറ്റു 2 പേരുകൾ എന്നത് തോമസുമാരുടേതാണ്. അതും ഈ സൂചിപ്പിക്കുന്ന പോലെ തോമസ് എന്ന പേര് മാത്രമായി പറയുമ്പോൾ ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാകാം. പക്ഷേ തോമസ് ഉണ്ണിയാടൻ എന്ന പേര് അത് രാഷ്ട്രീയത്തിൽ ഏറെക്കാലമായി നമ്മൾ കേൾക്കുന്ന, തുടർച്ചയായി നിയമസഭയുടെ ഭാഗമായിട്ടുള്ള ഒരു തോമസാണ്. അത് തോമസ് ഉണ്ണിയാടനാണ് എങ്കിൽ മറ്റൊരു തോമസ് ഇത്തവണ വാർത്തകളിൽ നിറഞ്ഞത് മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനത്തിൽ അടിയേറ്റ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിട്ടുള്ള തോമസ് ആണ്. ഇതാ നിയമസഭയിൽ ഇത്തവണ 2 തോമസുമാരുണ്ട്. അതിൽ ഒരു തോമസ് ഉണ്ണിയാടനാണ്, മറ്റൊന്ന് AD തോമസ് ആണ്. അവിടെയും സ്പീക്കറിന് തോമസ് എന്ന പേരുകൊണ്ട് നിർത്താൻ സാധിക്കില്ല. കൃത്യമായി തോമസ് ഉണ്ണിയാടൻ എന്നും അതല്ല എങ്കിൽ AD തോമസ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ വേണം അംഗങ്ങളെ അഭിസംബോധന ചെയ്യാൻ എന്നുള്ളതാണ്. മറ്റൊരു സാമ്യമുള്ള പേര് എന്നത് വിഷ്ണു എന്നതാണ്. അത് PC വിഷ്ണുനാഥ് എന്നതാണ് വിഷ്ണുനാഥിൻ്റെ പൂർണ്ണരൂപം. അതേസമയം മറ്റൊരു വിഷ്ണു കൂടിയുള്ളത് വിഷ്ണു മോഹൻ എന്നതാണ്. കുണ്ടറയിൽ നിന്ന് വിജയിച്ചിട്ടുള്ള PC വിഷ്ണുനാഥും ഇത്തവണ മന്ത്രി കസേരയിലാണ് ഉള്ളത്. അതേസമയം വിഷ്ണു മോഹനും കോൺഗ്രസ് പാളയത്തിൽ നിന്നാണ്. എങ്കിൽ പോലും ഈ പേരിൻ്റെ സാമ്യത ഒരു പക്ഷേ ഈ സ്പീക്കർക്ക് അടുത്ത സമ്മേളന കാലയളവിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇങ്ങനെ പേരുകളിൽ സാമ്യതയുള്ള ഈ അംഗങ്ങൾ ആണ് ഇത്തവണ നിയമസഭയിലെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ കൗതുകം സൃഷ്ടിക്കുന്നത്. ഒരു പക്ഷേ ഇനിയും ഈ നാക്കുപിഴകൾ, ഈ പേരുകൾ വിളിക്കുന്നതിൽ ഉൾപ്പെടെ വരും കാലങ്ങളിൽ സഭാ സമ്മേളനം തുടരുമ്പോൾ സ്പീക്കറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം. ആ പേരുകൾ ഏതൊക്കെ എന്നതാണ് നമ്മൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.